ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ ബാക്കി വന്ന മാവ. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകവും കുറച്ച് പഞ്ചസാര പൊടിച്ചതും തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഇതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഏലക്കായും ഒക്കെ പൊടിച്ച് ചേർക്കാറുണ്ട് ചിലർ. പക്ഷേ ഇവിടെ അതിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാറില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, സിമ്പിളാണ് താനും, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും വട്ടയപ്പം. മാവ് നന്നായിട്ട് പൊങ്ങിയിരുന്നതുകൊണ്ട് തന്നെ നല്ല വട്ടയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടേ മുറിക്കാവുള്ളൂ. മുറിച്ച് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സ്പോഞ്ച് പോലെയായി കിട്ടിയിട്ടുണ്ട്.